ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5 വിരാട് പുരുഷോൽപത്തി. വൃത്തം ശാർദൂല വിക്രീഡിതം. ശ്ലോകം 1. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാന്നോ ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ. ഒരിക്കൽ കൂടി. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാന്നോ ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ. അന്വയം നോക്കാം. പ്രാഗ് പണ്ട്, പ്രാകൃത പ്രക്ഷയേ മഹാപ്രളയത്തിൽ, മായയാം മായ, ഗുണസാമ്യ വിരുദ്ധ വികൃതൗ ഗുണസാമ്യം നിമിത്തം തടയപ്പെട്ട വികാരത്തോടു കൂടിയതായി, ത്വയിലയം ആഗതയാം അങ്ങയിൽ പ്രാപിച്ചിരുന്നതായി തീർന്നപ്പോൾ, വ്യക്താവ്യക്തം വ്യക്തമോ അവ്യക്തമോ, അതായത് സ്ഥൂല സൂക്ഷ്മ രൂപവും, ഇതം കിഞ്ചിത് ഈ കാണുന്നതൊന്നും, ന അഭവത് ഉണ്ടായിരുന്നില്ല, തഥാ അപ്പോൾ, മൃത്യു മരണമോ അഥവാ ജീവിതമോ, അമൃതം ച മരണമില്ലായ്മയോ അഥവാ മോക്ഷമോ, ന സമഭൂത് സംഭവിച്ചിരുന്നില്ല. അന്നസ്ഥിതിന്ന രാത്രേന പകലിൻ്റെയും രാത്രിയുടെയും സ്ഥിതികൾ ഇല്ലായിരുന്നു, ദിനരാത്രങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. തത്രത്വം ആ കാലഘട്ടത്തിൽ അങ്ങ്, പരാനന്ദ പ്രകാശാത്മന പരാനന്ദ പ്രകാശസ്വരൂപത്തോടെ, അശിക്ഷ്യതാഖില ശേഷിച്ചിരുന്നുവത്രേ. ശ്ലോകാർത്ഥം. പണ്ട് പ്രാക്പ്രാകൃത പ്രളയക്കാലത്ത് ഈ കാണുന്ന സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. അന്ന് സത്വരജസ്തമോ ഗുണങ്ങൾ സമമായിരുന്നതിനാൽ മായയ്ക്ക് ചേഷ്ട ഒന്നും തന്നെ ഇല്ലാതെ അങ്ങയിൽ ലയം പ്രാപിച്ചിരിക്കെ മൃത്യുവോ അമൃത്യുവോ രാപ്പകലുകളോ ഉണ്ടായിരുന്നില്ല. അന്നേരം അങ്ങ് ഏകനായി പരാനന്ദ പ്രകാശസ്വരൂപനായി അവശേഷിച്ചിരുന്നു. ദശകം 5 ശ്ലോകം 2. കാലകർമ്മഗുണാശ്ച ജീവനിവകാ വിശ്വം ച കാര്യം വിഭോ ചിത്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോദ്ഭവേ സംഭവഃ. ഒരിക്കൽ കൂടി. കാലകർമ്മഗുണാശ്ച ജീവനിവകാ വിശ്വം ച കാര്യം വിഭോ ചിത്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം
नो चेत् किं गगनप्रसूनसदृशां ഭൂയോ ഭവേ സംഭവക. അന്വയം നോക്കാം. വിഭോ ഹേ സർവവ്യാപക. തഥാ കാല അക്കാലത്ത്, അതായത് പ്രാകൃത പ്രളയകാലത്ത്, കാലകർമ്മ കാലവും കർമ്മവും, ജീവനിവഹ ജീവജാലങ്ങളും, വിശ്വം കാര്യം ച സമസ്ത കാര്യങ്ങളും, അതായത് മായ സംബന്ധമായ പ്രപഞ്ചവും, ചില്ലീലാരതി ഏയുഷി ത്വയി ചിത് ലീലയിൽ തൽപരനായ അങ്ങയിൽ, നിർലീനതാം ആയയു നിശേഷ നിർലീനമായ അവസ്ഥയെ പ്രാപിച്ചു. ഐ ഭോ അല്ലയോ ഭഗവാനേ, ശക്ത്യാത്മനാ ത്വയി ശക്തിസ്വരൂപത്തിൽ അങ്ങയിൽ, തിഷ്ഠതാം സ്ഥിതി ചെയ്യുന്നവയായ, തേഷാം അവയ്ക്ക്, അതായത് കാലം കർമ്മം ജീവൻ എന്നിവയ്ക്ക്, അസത്വം ന വദന്തി, അസത്വം അതായത് തീരെ ഇല്ലായ്മ എന്ന അവസ്ഥ പറയുന്നില്ല. നോ ചേത് അങ്ങനെ അല്ലെങ്കിൽ, അതായത് അസത്വം ഉണ്ട് എങ്കിൽ, ആകാശ പ്രസൂന സദൃശാം ആകാശകുസുമ സദൃശങ്ങളായ, തേഷാം ഭൂയ സംഭവ കിം അവയ്ക്ക് പിന്നെ ഉൽപ്പത്തി ഉണ്ടാകുമോ? ശ്ലോകാർത്ഥം. സർവവ്യാപകനായ ശ്രീ ഗുരുവായൂരപ്പ, പ്രാകൃത പ്രളയ കാലത്ത് ഗുണാദികളും കാലം കർമ്മം ജീവജാലങ്ങൾ തുടങ്ങി സമസ്ത വിശ്വകാര്യങ്ങളും ചില്ലീലരതിയിൽ തൽപരനായ അങ്ങയിൽ നിർലീനമായിരുന്നു. ഹേ ഭഗവാനെ, അങ്ങയിൽ ശക്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അവ ഇല്ലാതായി എന്ന് പറയപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആകാശപുഷ്പ സമാനമായ അവ എങ്ങനെ വീണ്ടും ഉണ്ടാകും? ദശകം 5 ശ്ലോകം 3. ഏവം ചദ്വിപരാർത്ഥകാലവിഗതൗ ഈക്ഷാം സൃസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുഃ തസ്യ സഹായക്രിയാം. ഒരിക്കൽ കൂടി. ഏവം ചദ്വിപരാർദ്ധകാലവിഗതൗ ഈക്ഷാം സൃസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാദഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുഃ തസ്യ സഹായക്രിയാം. അന്വയം നോക്കാം. ഏവം ഇങ്ങനെ, ദ്വിപരാർദ്ധ കാലവിഗതൗ 2 പരാർദ്ധകാലം കഴിയുമ്പോൾ, ത്വയി അങ്ങയുടെ, സൃസൃക്ഷാത്മികാം സൃഷ്ടിയിൽ തൽപരനായ, ഈക്ഷാം നോട്ടത്തെ അങ്ങയുടെ വീക്ഷണത്തെ, ബിഭ്രാണേ കൈക്കൊണ്ടപ്പോൾ, ത്രിഭുവനീ ഭാവായ ത്രിഭുവനമായി ഭവിക്കുന്നതിന്, മായ സ്വയം ചക്ഷുവേ മായ സ്വയം ക്ഷോഭിച്ചു. മായാദഖലു അപ്പോൾ ആ മായയിൽ നിന്നു തന്നെ, കാലശക്തി കാലം എന്ന ശക്തിയും,
അഖിലാദൃഷ്ടം അദൃഷ്ടമായതെല്ലാം തന്നെയും സ്വഭാവമഭിച സ്വഭാവവും പ്രാദുർഭൂയ ആവിർഭവിച്ച് ഗുണാൻ വികാസ്യ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് തസ്യ സഹായക്രിയാം ആ മായയ്ക്ക് സഹായമായ ക്രിയ വിദധു ചെയ്തു. ശ്ലോകാർത്ഥം: ഇങ്ങനെ 2 പരാർദ്ധകാലം കഴിഞ്ഞപ്പോൾ അങ്ങ് സൃഷ്ടി തൽപരമായ ഈക്ഷയെ കൈക്കൊണ്ടു. അപ്പോൾ ത്രിഭുവനമായി ഭവിക്കുന്നതിന് മായ സ്വയം ഇളകിവശായി. ആ മായയിൽ നിന്നുതന്നെ കാലശക്തിയും എല്ലാ അദൃഷ്ടങ്ങളും സ്വഭാവവും ആവിർഭവിച്ച് ത്രിഗുണങ്ങളെ വികസിപ്പിച്ചു. ആ മായയ്ക്ക് സഹായമായ ക്രിയകളെല്ലാം മായ തന്നെ ചെയ്തു. ദശകം 5 ശ്ലോകം 4. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവ പരക കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. ഒരിക്കൽ കൂടി. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവ പരഃ കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. അന്വയം നോക്കാം. മായാ സന്നിഹിത മായയുടെ സാമീപ്യമുള്ളവനും അപ്രവിഷ്ടവപുഷ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനും ആയ ഭവാൻ അവിടുന്ന് സാക്ഷി ഇതി ഗീത സാക്ഷി എന്ന് ഗാനം ചെയ്യപ്പെട്ടവനാകുന്നു. താം ആ മായയിൽ ഭേദൈർ ഭേദങ്ങളോടെ പ്രതിബിംബിതനായി വിവിശിവാൻ പ്രവേശിച്ചവനായി ജീവ അപര ന ഏവ ജീവാത്മാവും മറ്റൊരാളല്ല അത അനന്തരം കാലപ്രബോധിത കാലാദികളാൽ ഉണർത്തപ്പെട്ടവളായി ഭവതാ സംചോദിതാച്ഛ അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടവളുമായ സ മായാകലു ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം അസൃജത് താനേ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. യ അസൗ മഹാനുജ്യതേ ഇതിനെ മഹത്തത്വം എന്ന് പറയുന്നു. ശ്ലോകാർത്ഥം നോക്കാം. ശ്രീ ഗുരുവായൂരപ്പ മായാസന്നിഹിതനും എന്നാൽ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത വപുസ്സുകൊണ്ട് അറിയപ്പെടുന്നവനുമായ അങ്ങയെ സാക്ഷി എന്ന് ആചാര്യന്മാർ ഗാനം ചെയ്യുന്നു. ആ മായയിൽ ഭേദങ്ങളോടെ പ്രതിബിംബരൂപത്തിൽ പ്രവേശിച്ച അങ്ങു തന്നെ ജീവാത്മാവായി ഭവിക്കുന്നു. ആ ജീവാത്മാവ് മറ്റൊരാളല്ല, അങ്ങു തന്നെയാകുന്നു. ആ മായയാകട്ടെ കാലാദികളാൽ ഉണർത്തപ്പെട്ടവളായി അങ്ങയാൽ സംചോദിതയായി പ്രേരിപ്പിക്കപ്പെട്ട് സ്വയം മഹത്തത്വം എന്നു പറയപ്പെടുന്ന ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ദശകം 5 ശ്ലോകം 5. തത്
തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമേത്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബകുലം വിഷ്ണോ ഭവത്പ്രേരണാത്. ഒരിക്കൽ കൂടി. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമേത്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബകുലം വിഷ്ണോ ഭവത്പ്രേരണാത്. പദാന്വയം നോക്കാം. ഭവത് പ്രേരണാത് അങ്ങയുടെ പ്രേരണ കൊണ്ട്. തത്ര ആ മായാ വിഷയത്തിൽ. അസൗ മഹാൻ ഈ മഹത്തത്വം. ത്രിഗുണാത്മിക അഭി ത്രിഗുണാത്മകം ആണെങ്കിലും. സത്വപ്രധാന സത്വഗുണപ്രധാനമാകയാൽ. അസ്മിൻ ജീവേ സ്വയം ഈ ജീവൻ സ്വയം. നിർവികൽപ്പം വികൽപ്പശൂന്യമാണ്. അഹം ഇതി ഇത് ഞാൻ എന്നുള്ള. ഉദ്ബോധ നിഷ്പാദക ഖലു തോന്നലിനെ ഉളവാക്കുന്നതാണത്രേ. അസൗ മഹാൻ ഖലു ഈ മഹത്തത്വം തന്നെ. അസ്മിൻ ഈ ജീവാത്മാവിൽ. ത്രിഗുണൈ സമ്പുഷ്ടം അഭി ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണെങ്കിലും. തമോ അതിബഹുലം തമോ ഗുണബാഹുല്യമുള്ള. സവികൽപബോധകം വികൽപബോധം ഉളവാക്കുന്ന. അഹം തത്വം അഹങ്കാര തത്വത്തെ ചക്രേ സൃഷ്ടിച്ചു. ഇനി ശ്ലോകാർത്ഥം നോക്കാം. ഹേ വിഷ്ണു, ഹേ ഭഗവാനേ, ശ്രീ ഗുരുവായൂരപ്പ, മായാവിഷയത്തിൽ ഈ മഹത്തത്വം ത്രിഗുണാത്മകമാണെങ്കിലും അത് സത്വഗുണപ്രധാനമാകയാൽ ഈ ജീവൻ, അതായത് പരമാത്മ പ്രതിബിംബമായ ജീവാത്മാവ് സ്വയം വികൽപ്പശൂന്യമാണ് എന്നുള്ള തോന്നലിനെ ഉളവാക്കുന്നതാണ്. ഈ മഹത്തത്വം തന്നെ ഈ ജീവാത്മാവിൽ ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണെങ്കിലും തമോ ഗുണ അതിപ്രസരത്താൽ അഹം തത്വം എന്ന സവികൽപ്പ ബോധത്തെയും ഉണ്ടാക്കി. ദശകം 5 ശ്ലോകം 6. സോഹം ത്രിഗുണക്രമാത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസൗ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഒരിക്കൽ കൂടി. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസൗ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. പദാന്വയം നോക്കാം. സ അഹം ച ആ അഹങ്കാര തത്വമാകട്ടെ. ത്രിഗുണക്രമാത് ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച്. ത്രിവിധധാം ആസാദ്യ
മൂന്ന് വിധത്തിലാവുക എന്ന അവസ്ഥയെ പ്രാപിച്ച് വൈകാരിക ഭൂയ തൈജസ താമസൗ ഇതിച്ച ഭവൻ സ്വാതിഹാഹങ്കാരം, രാജസഹങ്കാരം, പിന്നെ താമസം എന്നീ സ്വപ്നങ്ങളുള്ളതായി തീർന്നു. ആദ്യേന സത്വാത്മന ദിശാവാതാർക്ക പാശ്വശ്വിനോ അവയിൽ ആദ്യത്തേതായ സ്വാതികം കൊണ്ട് ദിശ, വായു, അർക്കൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നിവരെയും വന്യീന്ദ്രാച്യുതമിത്രകാൻ അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിവരെയും വിദുവിധി ശ്രീരുദ്രശാരീരികാൻ ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരെയും ഇന്ദ്രിയമാനിന ദേവാൻ അകൃത ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠിതാദേവന്മാരെയും സൃഷ്ടിച്ചു. ശ്ലോകാർത്ഥം നോക്കാം. പിന്നെ ആ അഹം തത്വം വീണ്ടും വർദ്ധിച്ച് ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച് വൈകാരികൻ, തൈജസൻ, താമസൻ എന്നിങ്ങനെ മൂന്ന് സ്വപ്നപ്രകാരങ്ങളെ പ്രാപിച്ച് ആദ്യത്തേതായ സത്വഗുണം അഥവാ വൈകാരിക ഗുണം കൊണ്ട് ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ, ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാന ദേവതമാർ എന്നിവയെ സൃഷ്ടിച്ചു. ശ്ലോകം 7. ഭൂമന്മാനസബുദ്ധ്യഹം കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവ സൃജ ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാദ്. ഒരിക്കൽ കൂടി. ഭൂമന്മാനസബുദ്ധ്യകം കൃതിമിളത് ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാദ് സത്വാംശ ഏവ സൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാദ്. പദാന്വയം നോക്കാം. ഹേ ഭൂമൻ, ഹേ വിഭോ, ഹേ സർവവ്യാപിയും സർവശക്തനുമായ ശ്രീ ഗുരുവായൂരപ്പ, തവ ബലാദ് അങ്ങയുടെ ശക്തിയാൽ, സത്വാംശ ഏവ സത്വാംശമായ വൈഹികാഹങ്കാരം കൊണ്ടു തന്നെയാണ്, മാനസ ബുദ്ധ്യഹങ്കൃതിമിളം ചിത്താക്യ വൃത്യന്വതം തദ് അന്തഃകരണം ഛ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തമെന്ന അന്തഃകരണത്തെയും സൃഷ്ടിച്ചത്. തൈജസൗ രാജസാഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണ ജാഥ 10 ഇന്ദ്രിയങ്ങളും സംജാതമായി. മരുത്പുരപദേ ഹേ ഗുരുവായൂരപ്പ, ത്വദ്ബലാദ് അങ്ങയുടെ പ്രേരണ ശക്തിയാൽ, പുന താമസാംശാദ് പിന്നെ താമസാഹങ്കാരത്തിൽ നിന്ന്, നഭസ തന്മാത്രം ആകാശത്തിന്റെ തന്മാത്രാരൂപമായ ശബ്ദ അജനി ശബ്ദം ജനിച്ചു. ശ്ലോകാർത്ഥം നോക്കാം. ഹേ സർവവ്യാപിയും സർവശക്തനുമായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശക്തി കൊണ്ട് സത്വംശമായ വൈകാരികാഹങ്കാരം തന്നെ മനസ്സ്,
ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന് ചിത്തവൃത്തി എന്ന അന്ധക്കരണത്തെയും സൃഷ്ടിച്ചു. രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ, അതായത് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി. താമസരൂപമായ അഹങ്കാര തത്വത്തിൽ നിന്ന് ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ പ്രേരണയാൽ ആകാശത്തിന്റെ തന്മാത്ര രൂപമായ ശബ്ദം ജനിച്ചു. ശ്ലോകം 8. ശബ്ദാദ്വ്യോമതദസസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഖോധചരസം തോയം ച ഗന്ധം മഹേ ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രകാശയസ്താമസാദ്. ഒരിക്കൽ കൂടി. ശബ്ദാദ്വ്യോമതദസസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമധോ മഖോധചരസം തോയം ച ഗന്ധം മഹേ ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രകാശയസ്താമസാദ്. അന്വയം നോക്കാം. വിഭോ, ഹേ സർവവ്യാപിൻ ശ്രീ ഗുരുവായൂരപ്പ, ത്വം അവിടുന്ന്, ശബ്ദാദ്വ്യോമ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും, തഥ അതിൽ നിന്ന്, അതായത് ആകാശത്തിൽ നിന്ന്, സ്പർശം സ്പർശത്തെയും, തഥ മാരുതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും, തസ്മാത് അതിൽ നിന്ന്, അതായത് ആ വായുവിൽ നിന്ന്, രൂപം രൂപത്തെയും, അധ മഹ ആ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, അതച്ച രസം അനന്തരം രസത്തെയും, തോയം ഗന്ധം മഹീം ച ജലം ഗന്ധം ഭൂമി എന്നിവയെയും ക്രമമായി സസർജിത സൃഷ്ടിച്ചു. മാധവ, ഹേ മാധവ, ഏവം പൂർവപൂർവകലനാത് മുമ്പ് ഉണ്ടായവയുടെ സംബന്ധം മൂലം, ആദ്യാദ്യം ഉണ്ടായ നിന്റെ ധർമ്മന്യുതം ധർമ്മത്തോടുകൂടി, ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ, താമസാത് താമസാഹങ്കാരത്തിൽ നിന്ന്, പ്രാകാശയ പ്രകാശിപ്പിച്ചു. ഈ ശ്ലോകാർത്ഥം നോക്കാം. ഹേ സർവവ്യാപിയായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും, ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, സ്പർശത്തിൽ നിന്ന് വായുവിനെയും, വായുവിൽ നിന്ന് രൂപത്തെയും, രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, അനന്തരം തേജസ്സിൽ നിന്ന് രസത്തെയും, രസത്തിൽ നിന്ന് ജലത്തെയും, ജലത്തിൽ നിന്ന് ഗന്ധത്തെയും, ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും സൃഷ്ടിച്ചു. അല്ലയോ മാധവ, അങ്ങ് ഇങ്ങനെ ആദ്യമാദ്യം ഉണ്ടാവയവെ കൂട്ടിച്ചേർത്ത് ഇവയുടെ എല്ലാം ധർമ്മങ്ങളെയും ഉൾപ്പെടുത്തി ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ താമസാഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു, അല്ലെങ്കിൽ സൃഷ്ടിച്ചു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 5 ശ്ലോകം 9. ഏതേ ഭൂതഗണാസ്തധേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോഷേ ഗുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസുക്തിഭിർനുദഗുണക തത്വന്യമൂന്യാവിശൻ ചേഷ്ടശക്തിമുദീര്യതാ നിഘടയൻ
ഹൈരണ്യമണ്ഡം വ്യഥാഹ. ഒരിക്കൽ കൂടി. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേഗുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുദഗുണഃ തത്വാന്യമൂന്യാവിശൻ ചേഷ്ടശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഹ. അന്വയം നോക്കാം. ഏതേ ഭൂതഗണ, ഈ പഞ്ചഭൂതങ്ങളും, തഥാ ഇന്ദ്രിയഗണ, അതുപോലെ ഇന്ദ്രിയഗണങ്ങളും, ദേവാച്ച ദേവതകളും, ഭുവനാണ്ഡ നിർമ്മിത വിധൗ ഭുവനാണ്ഡ നിർമ്മാണ വിധിയിൽ, പൃഥക് ജാത വെവ്വേറെ ജാതരായതിനാൽ, നോ ശേഖു ശക്തരായി തീർന്നില്ല. തഥാ അപ്പോൾ, അമീബി ദേവൈർ ഈ ദേവതകളാൽ, നാനാവിധ സൂക്തിബി വിവിധ സൂക്തങ്ങളെ കൊണ്ട്, നുതഗുണ ത്വം സ്തുതിക്കപ്പെട്ട ഗുണത്തോടു കൂടിയവനായി അവിടുന്ന്, അമൂനി തത്വാനി ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് ആവിശൻ പ്രവേശിച്ച്, ചേഷ്ടാശക്തിയെ താനി ഘടയൻ ആ തത്വങ്ങളെ സംയോജിപ്പിക്കുന്നവനായി, ഹൈരണ്യം അണ്ഡം സ്വർണാഭമായ അണ്ഡത്തെ വ്യഥ ഉണ്ടാക്കി തീർത്തു. ഇനി ശ്ലോകാർത്ഥം നോക്കാം. ഈ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും ദേവതകളും പ്രപഞ്ച സൃഷ്ടിക്ക് സ്വയമേവ കഴിവുള്ളവരായിരുന്നില്ല. അപ്പോൾ ഈ ദേവതകളാൽ പലവിധത്തിൽ സ്തുതിക്കപ്പെട്ട അങ്ങ് ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് കടന്നുകൂടി ചേഷ്ടാവികാരത്തെ ഉണർത്തി, അതിൽ സംയോജിപ്പിച്ച് സ്വർണമയമായ അണ്ഡത്തെ സൃഷ്ടിച്ചു. ഭഗവാൻ എന്ന കലാകാരന്റെ കരവിരുതും ഭാവനയുമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമെന്നാണ് ഈ ശ്ലോകധ്വനി. ദശകം 5 ശ്ലോകം 10. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ നിർഭിന്ദന്നകൃതാ ചതുർദശ ജഗരൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവമയാത്. ഒരിക്കൽ കൂടി. അണ്ഡം തദ്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടസഹസ്രം സമാ നിർഭിന്ദന്നകൃതാ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവകൈർ നിശേഷജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവമയാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഈ ശ്ലോകത്തിന്റെ പദാന്വയം നോക്കാം. തദ് അണ്ഡം ഖലു ആ അണ്ഡമാകട്ടെ, പൂർവ സൃഷ്ടസലിലെ ആദ്യം സൃഷ്ടിച്ച കാരണജലത്തിൽ, സഹസ്രം സമാ 1000 വർഷം, അധിഷ്ഠത് അങ്ങനെ സ്ഥിതി ചെയ്തു. അത ത്വം സ്വയം അനന്തരം അങ്ങുതന്നെ, അനുപ്രവിശ്യ ആ അണ്ഡത്തിൽ പ്രവേശിച്ച്,
നിർഭിന്ദൻ നിർഭേദനം ചെയ്ത് അഥവാ വിഭജിച്ച്, ചതുർദശ 14 ജഗദ്രൂപം ലോകങ്ങളുടെ ജഗദ്രൂപമായ വിരാട് ആഹ്വയം വിരാട് എന്ന് വിളിക്കപ്പെടുന്ന അകൃത അതിനെ ആക്കി തീർത്തു. മരുത്പുരാധീശ ഹേ വായുപുരത്തിന്റെ അധിപ ശ്രീ ഗുരുവായൂരപ്പ. സാഹസ്രൈ ആയിരക്കണക്കിന് കര പാദ മൂർധ കരം പാദം മൂർധാവ് എന്നീ അവയവ നിവഹൈ സമൂഹത്തോടു കൂടിയവനായി, നിശേഷ ജീവാത്മക സമസ്ത ജീവികളുമായി തീർന്ന്, നിർബാധ അസി അങ്ങ് പ്രശോഭിക്കുന്നു. സത്വം അങ്ങിനെ വിരാട് രൂപമായി ശോഭിക്കുന്ന അങ്ങ്, മാം എന്നെ, സർവാമയാത് സർവ ആമയങ്ങളിൽ നിന്നും അഥവാ രോഗങ്ങളിൽ നിന്നും, ത്രായസ പ്രാണനം ചെയ്താലും രക്ഷിച്ചാലും. ഇനി ശ്ലോകാർത്ഥം മൊത്തമായി നോക്കാം. ആ അണ്ഡമാകട്ടെ അങ്ങ് ആദ്യം സൃഷ്ടിച്ച കാരണജലത്തിൽ 1000 അഥവാ അനേക സംവത്സരം സ്ഥിതി ചെയ്തു. അനന്തരം അങ്ങു തന്നെ ആ അണ്ഡത്തിൽ പ്രവേശിച്ച് അതിനെ വിഭജിച്ച് 14 ലോകങ്ങളുടെ വിരാട് സ്വരൂപമാക്കി തീർത്തു. ഹേ ശ്രീ ഗുരുവായൂരപ്പ, ആയിരക്കണക്കിന് കരം പാദം മൂർധാവ് എന്നീ അവയവ സമൂഹത്തോടു കൂടിയവനും സമസ്ത ജീവജാല സ്വരൂപനുമായി അങ്ങ് പ്രശോഭിക്കുന്നു. ആ വിരാട് സ്വരൂപ അങ്ങ് എന്നെ സർവരോഗങ്ങളിൽ നിന്നും മുക്തനായി രക്ഷിക്കണമേ. ഈ ദശകത്തിൽ അതീവ സൂക്ഷ്മമായ പ്രപഞ്ച സൃഷ്ടിയും വിരാട് പുരുഷോൽപത്തിയുമാണ് വിവരിച്ചത്. ഭാഗവതം 2-ാം സ്കന്ധത്തിൽ ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രനായ നാരദർഷിക്ക് ഉപദേശിക്കുന്നതാണ് ഈ ഭാഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.